ഇതുവരെ മന്ത്രിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. പുറത്തു വന്ന ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അല്ലെങ്കിൽ ഈ സമരക്കാർ പകർത്തിയതും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പകർത്തിയതുമായ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലൊന്നും തന്നെ സമരക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളില്ല, മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളില്ല. ഇനി RPFിൻ്റെ പരിശോധന തുടരേണ്ടതുണ്ട്. അത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആ പരിശോധന നടക്കേണ്ടത്. മന്ത്രി ഇപ്പോൾ ആശുപത്രി വിട്ടു. കഴിഞ്ഞ ദിവസവും ME ഗോവിന്ദൻ പറഞ്ഞത് ഇത് കൃത്യമായി മന്ത്രിയെ വധിക്കുമെന്ന് ആദ്യം തന്നെ സൂചന നൽകിയിരുന്നു, റീത്ത് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്ന കാര്യമാണ്. എന്നാൽ UDF കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇതിനെതിരെയുള്ള നിലപാടെടുത്തു. മാത്രമല്ല സുധാകരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് മന്ത്രി ഏറ്റവും നല്ല അഭിനേത്രി എന്ന നിലയ്ക്കാണ്. ചില ദൃശ്യങ്ങൾ കൂടി ഇങ്ങനെ UDF ഹാൻഡിലുകൾ പുറത്തുവിടുന്നുണ്ട്. അത് ഈ പ്രചരണ സമയത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രി കഴുത്തിൽ ഈ കോളർ വെച്ചിട്ട് പ്രചരണം നടത്തുന്ന ചില ദൃശ്യങ്ങളാണ്. അതായത് മന്ത്രിക്ക് നേരത്തെ തന്നെ കഴുത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ബഹളത്തിനിടയിൽ അവർക്കത് വീണ്ടും ഉണ്ടായി. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഈ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കാൻ പോലീസുകാർ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും ഒരുപക്ഷെ മന്ത്രി പെട്ടെന്ന് അസ്വാഭാവികമായൊക്കെ നീങ്ങുമ്പോൾ അവർക്ക് ആ പഴയ പരിക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ആ കഴുത്തിനുള്ള പ്രശ്നം അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള യുദ്ധമാണ് വളരെ പ്രധാനമായി നടക്കുന്നത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് LDFിനെതിരെ വലിയ പ്രതിഷേധവുമായി UDF മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരമൊരു വിഷയം വരുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ നഖശിഖാന്തം അദ്ദേഹം പറയുന്നത്, എതിർക്കുന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ ആരോപിക്കുന്നത് സർക്കാർ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെ മറികടന്നുകൊണ്ട് പുതിയൊരു വിവാദം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. കേസിൻ്റെ സമരരീതി ശരിയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു വശത്തുനിന്ന് ഉയർന്നു വന്നു. സാധാരണ നിലയിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുന്നത്